വ്യവസായ ലോകത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയങ്ങളിൽ ഒന്നിലേക്കാണ് ഇന്ന് നമ്മൾ കണ്ണോടിക്കുന്നത്. ലോകമെമ്പാടും പടർന്നു പന്തലിച്ചു കിടക്കുന്ന $365 ബില്യൺ ടാറ്റ സാമ്രാജ്യം ഇനി ആര് നയിക്കും? നിലവിലെ ചെയർമാൻ എൻ ചന്ദ്രശേഖരന്റെ മൂന്നാം ഊഴം നീട്ടിവെച്ചതോടെ ടാറ്റ സൺസിന്റെ നേതൃത്വത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ ശക്തമായിരിക്കുകയാണ്. നോയൽ ടാറ്റയുടെ കടുത്ത നിബന്ധനകളും എയർ ഇന്ത്യയുടെ നഷ്ടവും കടബാധ്യതകളും ഉൾപ്പെടെയുള്ള വലിയ വെല്ലുവിളികൾക്കിടയിൽ ടാറ്റ ഗ്രൂപ്പ് ഒരു വലിയ മാറ്റത്തിന് തയ്യാറെടുക്കുകയാണ്. 2027 വരെ ചന്ദ്രശേഖരൻ ചെയർമാനായി തുടരുമെങ്കിലും അദ്ദേഹത്തിന്റെ കാലാവധി നീട്ടുന്നത് സംബന്ധിച്ച ചർച്ചകൾ ബോംബെ ഹൗസിൽ സജീവമാണ്. എയർ ഇന്ത്യയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുക, കടബാധ്യതകൾ കുറയ്ക്കുക തുടങ്ങിയ കർശനമായ വ്യവസ്ഥകളാണ് നോയൽ ടാറ്റ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. 2025 ജൂണിലുണ്ടായ എയർ ഇന്ത്യ അപകടവും JLR വിൽപ്പനയിലെ ഇടിവും ഗ്രൂപ്പിന് വലിയ തലവേദന ഉണ്ടാക്കുന്നുണ്ട്. ഇത്തരം പ്രതിസന്ധികൾക്കിടയിൽ ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിന് കീഴിൽ ടാറ്റ ഗ്രൂപ്പ് എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നത് ലോകം ഉറ്റുനോക്കുന്ന കാര്യമാണ്. ടാറ്റ ട്രസ്റ്റ് ചെയർമാനും ടാറ്റ സൺസ് ഡയറക്ടറുമായ നോയൽ ടാറ്റയാണ് ഇപ്പോൾ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നത്. ട്രെൻഡ്, ടൈറ്റൻ എന്നീ കമ്പനികളുടെ വളർച്ചയിൽ വലിയ പങ്ക് വഹിച്ച വ്യക്തിയാണ് അദ്ദേഹം. ടാറ്റ സൺസിന്റെ ലിസ്റ്റിംഗും കടബാധ്യതകളും സംബന്ധിച്ച് അദ്ദേഹം ചന്ദ്രശേഖരനെ കടുത്ത പരീക്ഷണങ്ങൾക്ക് വിധേയനാക്കുകയുമാണ്. കുടുംബ പാരമ്പര്യം മുറുകെ പിടിക്കണോ അതോ പുറത്തു നിന്നുള്ള ഒരാളെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരണോ എന്ന കാര്യത്തിൽ നോയൽ ടാറ്റയുടെ നിലപാട് നിർണായകമാകും. ടാറ്റയുടെ അടുത്ത തലമുറയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന പേരാണ് നെവിൽ ടാറ്റയുടേത്. നോയൽ ടാറ്റയുടെ മകനും ടാറ്റ ട്രസ്റ്റ് അംഗവുമായ അദ്ദേഹം നിലവിൽ ട്രെൻഡ് ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടറാണ്. ബിസിനസ് രംഗത്ത് വലിയ അറിവുള്ള എന്നാൽ അധികം പബ്ലിസിറ്റി ആഗ്രഹിക്കാത്ത നെവിൽ ടാറ്റയെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള ഒരുക്കങ്ങൾ അണിയറയിൽ നടക്കുന്നുമുണ്ട്. ടാറ്റ ട്രസ്റ്റിൽ നിന്നുള്ള നാമനിർദ്ദേശം ലഭിക്കുകയാണെങ്കിൽ നെവിൽ ടാറ്റയായിരിക്കും അടുത്ത ടാറ്റ സൺസ് ചെയർമാൻ സ്ഥാനത്തേക്ക് മുൻപന്തിയിൽ ഉണ്ടാവുക. ടാറ്റയുടെ പുതിയ മുഖങ്ങളായി ലിയ ടാറ്റയും മായ ടാറ്റയും ഉയർന്നു വരുന്നുണ്ട്. സ്പെയിനിലെ IE ബിസിനസ് സ്കൂളിൽ നിന്ന് MBA പൂർത്തിയാക്കിയ ലിയ ടാറ്റ ഇന്ത്യൻ ഹോട്ടൽസ് കമ്പനിയുടെ വൈസ് പ്രസിഡന്റായി പ്രവർത്തിക്കുകയാണ്. മറുഭാഗത്ത് ടാറ്റ ന്യൂ ആപ്പിന്റെ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച മായ ടാറ്റ വോവിക് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ബിരുദധാരിയാണ്. രണ്ടുപേരും മികച്ച പ്രവർത്തന പരിചയമുള്ളവരും ടാറ്റ ഗ്രൂപ്പിന്റെ ഭാവി നയിക്കാൻ പ്രാപ്തിയുള്ളവരുമാണ്. ഇവരിൽ ഒരാൾ തലപ്പത്തെത്തിയാൽ ടാറ്റ സൺസിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ ചെയർപേഴ്സൺ എന്ന വിപ്ലവകരമായ മാറ്റത്തിനാകും നാം സാക്ഷ്യം വഹിക്കുക. കുടുംബ പാരമ്പര്യം തുടരണോ അതോ കൂടുതൽ സുസ്ഥിരതയ്ക്കായി പുറത്തു നിന്നുള്ള ഒരാളെ കണ്ടെത്തണോ എന്ന വലിയ ചോദ്യത്തിന് മുന്നിലാണ് ടാറ്റ സൺസ് ഇപ്പോൾ നിൽക്കുന്നത്. എയർ ഇന്ത്യയും പ്രതിസന്ധികളും RBIയുടെ പുതിയ നിയമങ്ങളും ടാറ്റ ഗ്രൂപ്പിന് മുന്നിൽ വലിയ വെല്ലുവിളികളാണ്. 2027 വരെ നമുക്ക് കാത്തിരിക്കാം ടാറ്റയുടെ ഈ വമ്പൻ സാമ്രാജ്യം നയിക്കാൻ ആര് വരുമെന്ന് കാണാം.